നമസ്കാരം. എടുക്കല്ലേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ആക്കി. എനിക്ക് പൈസ എവിടെ ഓർഡർ ആക്കി? ഓൺലൈനിൽ ഓർഡർ ആക്കിയ? പൈസ നീ എങ്ങനെ ഓൺലൈനിൽ ഓർഡർ ആക്കി? സാധാരണ നമ്മൾ എടുക്കുന്ന എന്തെങ്കിലും പോയിട്ട് ആപ്പിൽ പോയിട്ട് സെർച്ച് ചെയ്തുകൊണ്ട്. അതെങ്ങനെയാ നടക്കുന്നത്? അതാണോ ഇപ്പോഴത്തെ വിഷയം? അല്ല, അതൊരു വിഷയമാണല്ലോ. നീ ഒരു സാധനം ഓർഡർ ചെയ്തു, ഓൺലൈനിൽ ഓർഡർ ചെയ്തു, അതെങ്ങനെ നിന്റെ കയ്യിലെത്തുന്നു അത് നിനക്കറിയാവോ? വേണ്ട, എനിക്ക് വേണ്ടേ? അല്ല, കുഴപ്പമില്ല. അല്ലല്ല, അത് വേണം. എന്താ, എങ്ങനെയാണ് ഇത് നിന്റെ കയ്യിലെത്തുന്നത്? എനിക്കറിയത്തില്ല, അച്ഛൻ തന്നെ പറഞ്ഞു. എനിക്കറിയത്തില്ല, അച്ഛൻ തന്നെ പറഞ്ഞു. അപ്പൊ അത് ഞാൻ പറയണോ? അല്ലേ? നമ്മുടെ വിരൽത്തുമ്പിൽ ഇന്ന് ലോകം മുഴുവൻ എത്തിയിരിക്കുകയാണ്. ഒരു സെക്കൻഡിനുള്ളിൽ ഏത് വിവരവും കണ്ടെത്താം. സാധനങ്ങൾ വാങ്ങാം, വിൽക്കാം, പണമയക്കാം, സിനിമ കാണാം, AI സംസാരിക്കാം. ഇതെല്ലാം എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉത്തരം നിങ്ങൾക്ക് ഒറ്റ വാക്കിലുണ്ട്, എനിക്കറിയാം: ഇന്റർനെറ്റ്. പക്ഷെ ഇന്റർനെറ്റ് എന്നത് വെറും വയറുകളുടെയും വൈഫൈയുടെയും കഥയല്ല. നിങ്ങൾ അയക്കുന്ന ഓരോ സന്ദേശവും, നിങ്ങൾ കാണുന്ന ഓരോ വീഡിയോയും, നിങ്ങൾ ഗൂഗിളിൽ തിരയുന്ന ഓരോ വിവരവും, നിങ്ങൾ ChatGPT ചോദിക്കുന്ന ഓരോ ചോദ്യവും എവിടെയെങ്കിലും സംഭരിക്കപ്പെടുകയും പ്രോസസ്സ് ചെയ്യപ്പെടുകയും വേണം. അപ്പോൾ ആ വിവരങ്ങൾ സൂക്ഷിക്കുന്നത് എവിടെയാണ്? അതാണ് ഡാറ്റാ സെന്ററുകൾ. ലോകത്തിന്റെ ഡിജിറ്റൽ ബ്രെയിൻ എന്നാണ് ഡാറ്റാ സെന്ററുകളെ വിശേഷിപ്പിക്കുന്നത്. നാം ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഓരോ നിമിഷവും അവ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. നമുക്കിന്ന് ഈ വിഷയം സംസാരിക്കാം. എന്നാ തുടങ്ങിയാലോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാബു പ്രസാദ്. ശാസ്ത്രത്തെ ലളിതമായും തെളിവുകളുടെ അടിസ്ഥാനത്തിലും അവതരിപ്പിക്കുന്ന സയൻസ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കൂ. ഉപകാരപ്രദമെന്ന് തോന്നിയാൽ സുഹൃത്തുക്കൾക്കൊപ്പം ഷെയർ ചെയ്യൂ. ഇനിയും സയൻസ് കോർണർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും അമർത്തൂ. അപ്പോൾ ഇനി നമുക്ക് വസ്തുതകളും ശാസ്ത്രവും മാത്രം സംസാരിക്കാം. ഒരു ഡാറ്റാ സെന്റർ എന്ന് പറയുന്നത് ഒരു സാധാരണ ഓഫീസ് കെട്ടിടമല്ല. പുറത്തുനിന്ന് നോക്കിയാൽ ഒരു വലിയ വെയർഹൗസ് പോലെയായിരിക്കും. എന്നാൽ അകത്ത് കയറുമ്പോൾ കാണുന്നത് 100 കണക്കിന് നിരകളായി ക്രമീകരിച്ചിരിക്കുന്ന സെർവർ റാക്കുകളാണ്. ഓരോ റാക്കിലും നിരവധി സെർവർ കമ്പ്യൂട്ടറുകൾ, ഓരോ സെർവറിലും ശക്തമായ പ്രോസസ്സറുകൾ, മെമ്മറി, സ്റ്റോറേജ്, നെറ്റ്വർക്ക് കാർഡുകൾ, ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആൾക്കാർക്ക് ഒരേ സമയം സേവനം നൽകാൻ കഴിയുന്നത്. ഒരു ചെറിയ ഉദാഹരണം നോക്കാം. നിങ്ങൾ യൂട്യൂബിൽ ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ പ്ലേ ബട്ടൺ അമർത്തുന്ന നിമിഷം തന്നെ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒരു ഡിജിറ്റൽ റിക്വസ്റ്റ് ഇന്റർനെറ്റിലൂടെ യാത്ര ആരംഭിക്കും. ആദ്യം അത് നിങ്ങളുടെ വൈഫൈ റൂട്ടറിലേക്കോ മൊബൈൽ ടവറിലേക്കോ പോകുന്നു. അവിടെ നിന്ന് ഫൈബർ ഒപ്റ്റിക് കേബിളുകളിലൂടെ അതിവേഗത്തിൽ യാത്ര ചെയ്ത് അടുത്തുള്ള ഇന്റർനെറ്റ് എക്സ്ചേഞ്ചുകളിലൂടെ ഒരു ഡാറ്റാ സെന്ററിൽ എത്തുന്നു. അവിടെ എത്തിയാൽ നിങ്ങളുടെ റിക്വസ്റ്റ് ആദ്യം ഒരു ലോഡ് ബാലൻസറിലേക്ക് പോകും. ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകൾ സേവനം ഉപയോഗിക്കുമ്പോൾ ഏത് സെർവറിന് ജോലി നൽകണമെന്നത് തീരുമാനിക്കുന്നത് ഈ ലോഡ് ബാലൻസറുകളാണ്. കമ്പനികളിൽ തൊഴിലാളികൾക്ക് വർക്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന മാനേജർമാരെയും സൂപ്പർവൈസർമാരെയും കണ്ടിട്ടില്ലേ? ഒരു ഡാറ്റാ സെന്ററിലെ സൂപ്പർവൈസർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ലോഡ് ബാലൻസറിനെ വിളിക്കാം. അതിനുശേഷം നെറ്റ്വർക്ക് സ്വിച്ചുകൾ വഴി അനുയോജ്യമായ സെർവറിലേക്ക് ആ റിക്വസ്റ്റ് എത്തുന്നു. ആ സെർവർ നിങ്ങളുടെ വീഡിയോ കണ്ടെത്തി ചെറിയ ഡാറ്റ പാക്കറ്റുകളായി തിരിച്ചയക്കുന്നു. ഈ യാത്ര മുഴുവൻ നടക്കാൻ വേണ്ട സമയം പലപ്പോഴും 1 സെക്കൻഡിൽ താഴെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ തടസ്സമില്ലാതെ കാണാൻ കഴിയുന്നത്. എന്നാൽ AI കാര്യത്തിൽ ഇത് കുറച്ചുകൂടി സങ്കീർണമാണ്. ChatGPT പോലെയുള്ള ഒരു AI നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന പോലെ ഒരു സെർവർ ഒരു ഫയൽ മാത്രം കണ്ടെത്തി അയക്കുകയല്ല ചെയ്യുന്നത്. പകരം നിങ്ങൾ എഴുതിയ ഓരോ വാക്കും മനസ്സിലാക്കി കോടിക്കണക്കിന് പാരാമീറ്ററുകൾ ഉപയോഗിച്ച് കണക്കുകൂട്ടി നമ്മൾ മനുഷ്യരോട് ചോദിക്കുമ്പോൾ അറിവും ലോജിക്കും എല്ലാം ചേർത്ത് ഉത്തരം നൽകുന്നത് പോലെ മറുപടി പറയുകയാണ് ചെയ്യുന്നത്. ഈ കണക്കുകൂട്ടലുകൾ സാധാരണ CPU മാത്രം ചെയ്യാൻ കഴിയില്ല. അതിനാണ് GPUകൾ, അതായത് ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഉപയോഗിക്കുന്നത്. ആദ്യമൊക്കെ
ഗെയിമിങ്ങിനും ഗ്രാഫിക്സ് റെൻഡറിങ്ങിനുമൊക്കെയായി രൂപകൽപ്പന ചെയ്ത GPUകൾ ഇന്ന് AI നട്ടല്ലായി മാറിയിരിക്കുകയാണ്. ഒരാധുനിക AI ഡാറ്റാ സെന്ററിൽ ആയിരക്കണക്കിന് GPUകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അവ ഒരു വലിയ സൂപ്പർ കമ്പ്യൂട്ടറിനെ പോലെ പെരുമാറുന്നു. എന്നാൽ ഇത്രയും ശക്തമായ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട്: ചൂട്. നമുക്കറിയാം, ഒരു സാധാരണ ലാപ്ടോപ്പ് പോലും ഉപയോഗിക്കുമ്പോൾ ചൂടാകാറുണ്ട്. അപ്പോൾ ആയിരക്കണക്കിന് ഹൈ പെർഫോമൻസ് സെർവറുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എത്ര ചൂടുണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ചൂട് ഫലപ്രദമായി നീക്കം ചെയ്തില്ലെങ്കിൽ സെർവറുകൾ പ്രവർത്തനം നിർത്തുകയോ കേടാവുകയോ ചെയ്യും. അതുകൊണ്ടാണ് ഡേറ്റാ സെന്ററുകളിൽ അത്യാധുനിക കൂളിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. പഴയ ഡേറ്റാ സെന്ററുകളിൽ തണുത്ത വായു സെർവറുകളിലൂടെ കടത്തിവിടുന്ന എയർ കൂളിംഗ് ആയിരുന്നു പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ AI ഡേറ്റാ സെന്ററുകളിൽ അത് മാത്രം മതിയാകുന്നില്ല. അതുകൊണ്ടാണ് ലിക്വിഡ് കൂളിംഗ് എന്ന സാങ്കേതിക വിദ്യ വ്യാപകമാകുന്നത്. ഇതിൽ പ്രത്യേക കൂളന്റ് ദ്രാവകം സെർവറുകളുടെ ചൂട് നേരിട്ട് ആഗിരണം ചെയ്യുന്നു. ചില ഡേറ്റാ സെന്ററുകളിൽ സെർവറുകളെ വൈദ്യുതി കടത്തിവിടാത്ത പ്രത്യേക ദ്രാവകത്തിൽ മുഴുവനായി മുക്കിവെക്കുന്ന ഇമ്മർഷൻ കൂളിംഗ് പോലും ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൂടുതൽ കാര്യക്ഷമമായ കൂളിംഗ് നൽകുന്നു. ഇതിനൊക്കെ വേണ്ടി ഒരു സാധാരണ മിഡ് സൈസ് ഡാറ്റാ സെന്റർ ഒരു ദിവസം 10 ലക്ഷം മുതൽ 18 ലക്ഷം ലിറ്റർ വരെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. വമ്പൻ ഡേറ്റാ സെന്റർ ആണെങ്കിൽ ദിവസേന 1.5 കോടി മുതൽ 4 കോടി ലിറ്റർ വരെ വെള്ളം വേണ്ടിവരും. ഒരു സാധാരണ നഗരത്തിന് ഒരു ദിവസം വേണ്ടത് 10 കോടി ലിറ്റർ വെള്ളമാണ് കേട്ടോ. ഇനി മറ്റൊരു വലിയ വെല്ലുവിളിയാണ് വൈദ്യുതി. ഒരു ചെറിയ ഡേറ്റാ സെന്ററിന് പോലും ഒരു ചെറിയ പട്ടണത്തിന് ആവശ്യമായത്ര വൈദ്യുതി വേണ്ടിവരും. എന്നാൽ ഇന്നത്തെ ഹൈപ്പർ സ്കെയിൽ AI ഡേറ്റാ സെന്ററുകൾക്ക് 100 കണക്കിന് മെഗാവാട്ട് വൈദ്യുതി ആവശ്യമാണ്. ചില ഭാവി പദ്ധതികൾ ഗിഗാവാട്ട് വരെ വൈദ്യുതി ഉപയോഗിക്കുമെന്നാണ് കണക്കാക്കുന്നത്. അത് മുംബൈ പോലുള്ള ഒരു വലിയ നഗരത്തിൻ്റെ വൈദ്യുതി ഉപയോഗത്തിനേക്കാൾ വലുതാണ്. അതുകൊണ്ട് തന്നെ ഡേറ്റാ സെന്ററുകളിൽ ഒന്നിലധികം വൈദ്യുതി ലൈനുകൾ, വമ്പൻ UPS സംവിധാനങ്ങൾ, മണിക്കൂറുകളോളം പ്രവർത്തിക്കാൻ കഴിയുന്ന ഡീസൽ ജനറേറ്ററുകൾ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ടാകും. കാരണം ഒരു സെക്കൻഡ് പോലും വൈദ്യുതി മുടങ്ങാൻ പാടില്ല. വമ്പൻ കമ്പനികളായ ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ ഒക്കെ സ്വന്തമായി ആണവ വൈദ്യുത നിലയങ്ങൾ വിലയ്ക്ക് വാങ്ങി അവർക്കാവശ്യമായ 100 കണക്കിന് മെഗാവാട്ട് വൈദ്യുതി സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡേറ്റാ സെന്ററുകളൊക്കെ ഇപ്പോൾ ഈ പാതയിലാണ് ചിന്തിക്കുന്നത്. ഇന്ത്യയിലും ഇപ്പോൾ വലിയ കമ്പനികൾ സ്വന്തമായി അവർക്കാവശ്യമായ വൈദ്യുതി ആണവ നിലയങ്ങൾ സ്ഥാപിച്ചുണ്ടാക്കാനുള്ള പദ്ധതിയിലാണ്. ഇപ്പോൾ പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലുള്ള ന്യൂക്ലിയർ പദ്ധതിയിൽ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാനുള്ള നിയമനിർമ്മാണം നടക്കുകയാണ്. വലിയ ആണവ നിലയങ്ങൾ ഉണ്ടാക്കാൻ വർഷങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ റിയാക്ടറുകൾ ഉപയോഗിച്ച് ഒരു ഡേറ്റാ സെന്ററിന് ആവശ്യമായ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ കഴിയും. ഓരോ ഡേറ്റാ സെന്ററിനും വേണ്ടി വരിക ശതകോടികളുടെ മുതൽ മുടക്കാണ്. 1 മുതൽ 5 മെഗാവാട്ട് ശേഷിയുള്ള ഒരു ചെറിയ ഡേറ്റാ സെന്ററിന് പോലും 100 കോടിയോളം ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിവരും. വലിയ ഡേറ്റാ സെന്ററുകൾക്ക് അത് ആയിരക്കണക്കിന് കോടികളാണ്. ഇത് ചെലവാക്കാൻ കമ്പനികൾക്ക് ഒരു മടിയുമില്ല. കാരണം ഇന്ന് ഡേറ്റയാണ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ വിഭവങ്ങളിലൊന്ന്. മുമ്പ് എണ്ണയെ, പെട്രോളിയത്തെ കറുത്ത സ്വർണം എന്ന് വിളിച്ചിരുന്നു. ഇന്ന് പലരും ഡേറ്റയാണ് പുതിയ എണ്ണ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഒരു വ്യത്യാസമുണ്ട്: എണ്ണ കത്തിച്ചാൽ തീരും. ഡേറ്റ ഉപയോഗിക്കുന്തോറും അതിൻ്റെ മൂല്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് ആമസോൺ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, മെറ്റ, ഓപ്പൺ AI പോലുള്ള വലിയ കമ്പനികൾ 100 കണക്കിന് ബില്യൺ ഡോളറുകൾ ഡേറ്റാ സെന്ററുകളിലും AI ഇൻഫ്രാസ്ട്രക്ചറിലും ഒക്കെയാണ് നിക്ഷേപിക്കുന്നത്. കാരണം ഭാവിയിലെ സാങ്കേതിക മേൽക്കോയ്മ നിർണ്ണയിക്കുന്നത് ഡേറ്റാ സെന്ററുകളുടെ ശേഷിയായിരിക്കും. ഇന്ത്യയും ഈ രംഗത്ത് അതിവേഗത്തിൽ മുന്നേറുകയാണ്. മുംബൈ, ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, നോയിഡ തുടങ്ങിയ നഗരങ്ങളിൽ വമ്പൻ ഡേറ്റാ സെന്ററുകൾ ഉയർന്നു വരുന്നുണ്ട്. ഡിജിറ്റൽ ഇന്ത്യ, ക്ലൗഡ് സേവനങ്ങൾ, AI വളർച്ച എന്നിവ ഈ മേഖലയെ അതിവേഗം വികസിപ്പിക്കുകയാണ്. അടുത്ത തവണ നിങ്ങൾ ഒരു വെബ്സൈറ്റ് തുറക്കുമ്പോഴോ ഒരു യൂട്യൂബ് വീഡിയോ കാണുമ്പോഴോ ChatGPT ചോദ്യം ചോദിക്കുമ്പോഴോ ഒരു കാര്യം ഓർക്കുക:
നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ഒരു സാധാരണ മറുപടിയോ വീഡിയോയോ മാത്രമാണ്. എന്നാൽ അതിൻ്റെ പിന്നിൽ സെക്കൻഡിൻ്റെ 1000-ലൊരു ഭാഗം സമയത്തിനുള്ളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നത് ആയിരക്കണക്കിന് സെർവറുകളും ലക്ഷക്കണക്കിന് പ്രോസസ്സറുകളും അതിശക്തമായ GPUകളും മെഗാവോട്ടുകളോളം വൈദ്യുതിയും അത്യാധുനിക കൂളിംഗ് സംവിധാനങ്ങളുമാണ്. നമ്മൾ കാണാത്ത ഒരു മഹാനഗരം ഓരോ നിമിഷവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നഗരത്തിൻ്റെ പേരാണ് ഡേറ്റാ സെൻറ്റർ. രസകരമായ മറ്റൊരു കാര്യം പറയട്ടെ. പ്രകൃതിയിലെ ഏറ്റവും അത്ഭുതകരമായ ഡേറ്റാ സെൻറ്റർ ഏതാണെന്നറിയാം? 1.5 കിലോഗ്രാമിൽ താഴെ മാത്രം ഭാരമുള്ള മനുഷ്യൻ്റെ തലച്ചോർ. അത് പ്രവർത്തിക്കാൻ വെറും 20 വാട്ട് ബൾബ് കത്താൻ വേണ്ട ഊർജം മാത്രം മതി. പക്ഷേ അതേസമയം സെക്കൻഡിൽ കോടിക്കണക്കിന് ന്യൂറോണുകൾ പരസ്പരം ആശയവിനിമയം നടത്തുകയും ഓർമ്മകൾ സംഭരിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു. കാര്യക്ഷമതയുടെ കാര്യത്തിൽ ഇന്ന് ഭൂമിയിലുള്ള സർവ്വ ഡേറ്റാ സെന്ററുകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതിനേക്കാൾ 100 കണക്കിന് മടങ്ങാണ് മനുഷ്യന്റെ തലച്ചോറിന്റെ ശേഷി. അങ്ങനെ ഒരു മഹാത്ഭുതമാണ് ഹ്യൂമൻ ബ്രെയിൻ. ഇന്നത്തെ ലോകത്തിലെ ഡേറ്റാ സെന്ററുകളെ കുറിച്ച് ഉയരുന്ന ഏറ്റവും വലിയ ആശങ്കകളിലൊന്ന് അവയുടെ അമിതമായ വൈദ്യുതി ഉപയോഗവും കൂളിങ്ങിനായി വേണ്ടിവരുന്ന വൻതോതിലുള്ള വാട്ടർ കൺസംഷനുമാണ്. AI-യുടെ വളർച്ചയോടെ ഡേറ്റാ സെന്ററുകളുടെ എണ്ണം കുതിച്ചുയരുമ്പോൾ ഊർജ പ്രതിസന്ധിയും പരിസ്ഥിതിയാഘാതവും എങ്ങനെ നിയന്ത്രിക്കുമെന്നത് ശാസ്ത്രലോകം ഗൗരവമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഈ വെല്ലുവിളിക്കുള്ള ഒരു ഭാവി പരിഹാരമായാണ് ബഹിരാകാശ ഡേറ്റാ സെന്ററുകൾ എന്ന ആശയം മുന്നോട്ട് വന്നിരിക്കുന്നത്. ബഹിരാകാശത്ത് അന്തരീക്ഷത്തിന്റെ തടസ്സമില്ലാതെ സൂര്യപ്രകാശം തുടർച്ചയായി ലഭിക്കുന്നതിനാൽ സൗരോർജം വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. അതോടൊപ്പം ശൂന്യാകാശത്തിലേക്ക് ഇൻഫ്രാറെഡ് വികിരണമായി റേഡിയേറ്റീവ് കൂളിംഗ് താപം പുറന്തള്ളാൻ കഴിയുന്നതിനാൽ ഭൂമിയിലെ ഡേറ്റാ സെന്ററുകൾക്ക് ആവശ്യമായ അത്ര വലിയ കൂളിംഗ് സംവിധാനങ്ങളോ വെള്ളത്തിന്റെ ഉപയോഗമോ വേണ്ടി വരുന്നില്ല. ഈ സാങ്കേതിക വിദ്യ വിജയകരമായി പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ ഭാവിയിലെ ഡേറ്റാ സെന്ററുകളുടെ ഊർജ ആവശ്യവും പരിസ്ഥിതിയാഘാതവും ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചേക്കും. അതുകൊണ്ട് തന്നെ യൂറോപ്പിലെയും അമേരിക്കയിലെയും വിവിധ സ്ഥാപനങ്ങളും സ്വകാര്യ കമ്പനികളും ഈ ആശയം ഗൗരവമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പേസ് ഡേറ്റാ സെന്റർ എന്ന ആശയത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പരീക്ഷണങ്ങളിൽ ഒന്നായിരുന്നു സ്റ്റാർ ക്ലൗഡ് 1. അമേരിക്കൻ കമ്പനിയായ സ്റ്റാർ ക്ലൗഡ് 2025 നവംബറിൽ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചു. എൻവിഡിയ കമ്പനിയുടെ അതിശക്തമായ H100 GPU ബഹിരാകാശത്ത് എത്തിച്ച ആദ്യ ഉപഗ്രഹം കൂടിയായിരുന്നു ഇത്. മുമ്പ് ബഹിരാകാശത്ത് ഉപയോഗിച്ചിരുന്ന ഏത് കമ്പ്യൂട്ടിംഗ് സംവിധാനത്തെക്കാളും നിരവധി മടങ്ങ് ഉയർന്ന കമ്പ്യൂട്ടിംഗ് ശേഷിയായിരുന്നു ഇതിനുണ്ടായിരുന്നത്. തുടർന്ന് ഈ ഉപഗ്രഹത്തിൽ ഗൂഗിൾ ഡീപ് മൈൻഡിന്റെ ജെമ്മ എന്ന ലാർജ് ലാംഗ്വേജ് മോഡൽ പ്രവർത്തിപ്പിക്കുന്നതിലും നാനോ GPT ഉപയോഗിച്ച് ഒരു LLM ബഹിരാകാശത്ത് പരിശീലിപ്പിക്കുന്നതിലും കമ്പനി വിജയിച്ചു. ഇതോടെ ഓർബിറ്റിൽ തന്നെ അത്യാധുനിക AI കമ്പ്യൂട്ടിംഗ് നടത്താമെന്ന് തെളിയിക്കുന്ന സുപ്രധാനമായ നാഴികക്കല്ലായി സ്റ്റാർ ക്ലൗഡ് 1 മാറി. ഈ വിജയത്തെ തുടർന്നാണ് 2026 ഫെബ്രുവരിയിൽ ഭാവിയിൽ ഓർബിറ്റൽ ഡേറ്റാ സെന്ററുകൾ നിർമ്മിക്കാൻ 88,000 വരെ ഉപഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വമ്പൻ ശൃംഖലയ്ക്കുള്ള നിർദ്ദേശം സ്റ്റാർ ക്ലൗഡ് അമേരിക്കൻ ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററായ FCCക്ക് സമർപ്പിച്ചത്. ഇത് യാഥാർത്ഥ്യമായാൽ AI കമ്പ്യൂട്ടിങ്ങിന്റെ ഭാവി ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് വ്യാപിക്കുന്ന ഒരു പുതിയ യുഗത്തിന് തുടക്കമാകും. ഓർബിറ്റൽ ഡേറ്റാ സെന്റർ എന്ന ആശയത്തിൽ ടെക് ലോകത്തെ വമ്പൻ കമ്പനികൾക്കും വലിയ താല്പര്യമുണ്ട്. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സും ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിനും ബഹിരാകാശ ഡേറ്റാ സെന്ററുകളുമായി ബന്ധപ്പെട്ട പദ്ധതികളും പഠനങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. AI യുഗത്തിൽ ഭൂമിയിലെ വൈദ്യുതിയുടെയും ജലത്തിൻ്റെയും പരിമിതികൾ മറികടക്കാൻ ഭാവിയിൽ കമ്പ്യൂട്ടിംഗ് ശേഷിയുടെ വലിയൊരു ഭാഗമെങ്കിലും ബഹിരാകാശത്തേക്ക് മാറ്റാമെന്നാണ് ഇവരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഇന്ന് സയൻസ് ഫിക്ഷൻ പോലെ തോന്നുന്ന ഈ ആശയം വൈകാതെ യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ സ്പേസ് ഡേറ്റാ സെന്ററുകൾക്ക് അനുകൂലമായ വാദങ്ങൾ മാത്രമല്ല ഉള്ളത്. ഇതിനെതിരെ നിരവധി ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. ആദ്യത്തെ ആശങ്ക ബഹിരാകാശ മലിനീകരണമാണ്. പ്രവർത്തന കാലാവധി കഴിഞ്ഞ സ്പേസ് ഡേറ്റാ സെന്ററുകൾ സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരിച്ചിറക്കുകയോ നിയന്ത്രിതമായി ഭൗമാന്തരീക്ഷത്തിൽ കത്തിച്ചു കളയുകയോ ചെയ്യേണ്ടി വരും.
എന്നാൽ ഇത്തരത്തിലുള്ള റീ എൻട്രികളിലൂടെ അന്തരീക്ഷത്തിൻ്റെ മുകൾ പാളികളിൽ ലോഹകണങ്ങളും വിവിധ രാസപദാർത്ഥങ്ങളും അടിഞ്ഞുകൂടുന്നത് ഓസോൺ പാളിയെ പ്രതികൂലമായി ബാധിക്കുമോ എന്നത് ശാസ്ത്രജ്ഞർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരാശങ്ക ബഹിരാകാശത്തിലെ തിരക്കാണ്. നിലവിൽ ഭൂമിയെ ചുറ്റി ഏകദേശം 15,000-ഓളം ഉപഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു ദശകത്തിനുള്ളിൽ ഈ എണ്ണം 100,000-അടുത്തെത്താമെന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിനൊപ്പം വൻതോതിൽ സ്പേസ് ഡേറ്റാ സെന്ററുകളും സ്ഥാപിക്കുകയാണെങ്കിൽ ഭ്രമണപഥങ്ങളിലെ തിരക്ക് വർദ്ധിക്കാനും കൂട്ടിയിടികളുടെ സാധ്യത ഉയരാനും കൂടുതൽ ബഹിരാകാശ മാലിന്യം രൂപപ്പെടാനും ഇടയാക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തിക ചെലവും മറ്റൊരു വലിയ വെല്ലുവിളിയാണ്. ഭൂമിയിലെ ഡേറ്റാ സെന്ററുകളെ അപേക്ഷിച്ച് ഇവ നിർമ്മിക്കുകയും വിക്ഷേപിക്കുകയും പ്രവർത്തിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് വളരെ ചെലവേറിയ കാര്യമാണ്. എന്നിരുന്നാലും സ്പേസ് എക്സ് പോലുള്ള കമ്പനികൾ വികസിപ്പിച്ച റീയൂസ് ചെയ്യാവുന്ന വിക്ഷേപണ വാഹനങ്ങൾ വിക്ഷേപണ ചെലവ് ഗണ്യമായി കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാങ്കേതികവും സാമ്പത്തികവുമായ വെല്ലുവിളികൾ ഉണ്ടായിരുന്നാലും സ്പേസ് ഡേറ്റാ സെന്ററുകൾ ഭാവിയിൽ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ്. ഭൂമിയെ ചുറ്റുന്ന ഓർബിറ്റൽ ഡേറ്റാ സെന്ററുകൾക്കപ്പുറം ഭാവിയിൽ ചന്ദ്രനെയും സംഭരണ കേന്ദ്രമാക്കാനുള്ള ശ്രമങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. 2025 മാർച്ചിൽ അമേരിക്കൻ കമ്പനിയായ ലോൺസ്റ്റാർ ഡേറ്റ ഹോൾഡിംഗ്സ് തൻ്റെ ഫ്രീഡം ഡേറ്റാ സെന്റർ പേലോഡ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ എത്തിച്ച് ചരിത്രം സൃഷ്ടിച്ചു. ഇതൊരു കംപ്ലീറ്റ് ലൂണാർ ഡേറ്റാ സെന്റർ ആയിരുന്നില്ല. എന്നാൽ ചന്ദ്രനിൽ ഡേറ്റ സുരക്ഷിതമായി സംഭരിക്കാനും അവിടെ നിന്ന് പ്രവർത്തിപ്പിക്കാനും കഴിയുമെന്ന ആശയത്തിൻ്റെ ആദ്യത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നോ ഭൂമിയിലെ നിർണായക വിവരങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സുരക്ഷിത ബാക്കപ്പ് കേന്ദ്രമെന്ന നിലയിലാണ് ഇപ്പോൾ ചന്ദ്രനെ കാണുന്നത്. ഇത് വിജയകരമായതോടെ ഭാവിയിൽ കൂടുതൽ ശേഷിയുള്ള ലൂണാർ ഡേറ്റാ സെന്ററുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതികൾ ശക്തി പ്രാപിക്കുകയാണ്. മനുഷ്യൻ ചന്ദ്രനിലും പിന്നീട് ചൊവ്വയിലും സാന്നിധ്യം ഉറപ്പിച്ചാൽ അവിടുത്തെ ശാസ്ത്ര ഗവേഷണങ്ങൾക്കും ആശയവിനിമയ സംവിധാനങ്ങൾക്കും AI അധിഷ്ഠിത കമ്പ്യൂട്ടിങ്ങിനും പ്രാദേശിക ഡേറ്റാ സെന്ററുകൾ അനിവാര്യമായി തീരും. ഒരു കാലത്ത് സയൻസ് ഫിക്ഷൻ കഥകളിൽ മാത്രം കണ്ടിരുന്ന ബഹിരാകാശ ഡേറ്റാ സെന്ററുകൾ ഇന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള വലിയ ചുവടുവയ്പ്പുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഭാവിയിലെ ഇന്റർനെറ്റും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ഒരുപക്ഷെ ഭൂമിയിൽ മാത്രമല്ല ബഹിരാകാശത്തും പ്രവർത്തിക്കുന്ന ഒരു പുതിയ യുഗത്തിലേക്കാവാം കടന്നു പോകുന്നത്. ഇനി ഓരോ തവണയും നിങ്ങൾ മൊബൈലിൽ എന്തെങ്കിലും തിരയുമ്പോഴും ഒരു യൂട്യൂബ് വീഡിയോ കാണുമ്പോഴും ഒരു AI ചാറ്റ്ബോട്ടിനോട് സംശയം ചോദിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒരു കമൻ്റ് എഴുതുമ്പോഴും ഒരു കാര്യം ഓർക്കുക, ആ നിമിഷത്തിൽ ലോകത്തിൻ്റെ ഏതോ ഒരു കോണിലുള്ള ഒരു ഡേറ്റാ സെന്ററിലെ ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകൾ നിങ്ങൾക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അധികം വൈകാതെ ആ കമ്പ്യൂട്ടറുകൾ ഭൂമിയിലല്ല, ബഹിരാകാശത്തെ ഭ്രമണപഥങ്ങളിലോ അല്ലെങ്കിൽ ചന്ദ്രനിലോ ആയിരിക്കാം. സാങ്കേതിക വിദ്യയുടെ അടുത്ത വലിയ ചുവടുവയ്പ് ഒരുപക്ഷെ ഭൂമിയിൽ നിന്നല്ല, ബഹിരാകാശത്ത് നിന്നായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായി അറിയിക്കൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു കൗതുകകരമായ ശാസ്ത്ര വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ ചിന്തിക്കൂ, പഠിക്കൂ, നിരീക്ഷിക്കൂ, ശാസ്ത്രത്തെ ചേർത്ത് പിടിക്കൂ. നന്ദി, നമസ്കാരം.